അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വനശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أيها الناس أوصيكم وإياي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وابتغ فيما آتاك الله الدار الآخرة ولا تنس نصيبك من الدنيا وأحسن كما أحسن الله إليك ولا تبغ الفساد في الأرض إن الله لا يحب المفسدين. صدق الله العلي العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരി സഹോദരന്മാരോടും ഉപദേശിക്കുന്നു. സൂറ അൽ ബുറൂജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ വംശഹത്യയുടെ ഏറ്റവും ഭീകരമായ ഒരു രംഗത്തെ നമ്മുടെ മുമ്പിൽ വർണ്ണിക്കുന്നുണ്ട്. അൽ ഇബാദത്തുൽ ജമാഇയ്യ, വംശീയമായ ഉന്മൂലനം. ആംഗലേയ ഭാഷയിൽ ജനോസൈഡ് എന്ന് പറയും. ഒരു വംശത്തെ ഇല്ലാതാക്കാൻ നടത്തിയ ഏറ്റവും ഭീകരമായ കരൾ പിളർക്കുന്ന ഒരു രംഗം അതിൻ്റെ സൂചനകളോടെ അതിൻ്റെ ദുരന്തമുഖത്തെ വായിച്ചെടുക്കാൻ കഴിയും വിധം കൃത്യതയോടെ ഖുർആൻ വർണ്ണിക്കുന്നു. അധ്യായം 85 അൽ ബുറൂജിൻ്റെ ആദ്യ ഭാഗത്ത് വാക്യങ്ങൾ ഇങ്ങനെയാണ്: ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്, കിടങ്ങിൻ്റെ ആളുകൾ ശപിക്കപ്പെട്ടിരിക്കുന്നു. അന്നാരി ദാത്തിൽ വഖൂദ്, തീ ആളിക്കത്തിക്കപ്പെടുന്ന കിടങ്ങായിരുന്നു അത്. ഇദ്ഹും അലൈഹ ഖുഊദ്, ആ കിടങ്ങിൻ്റെ വക്കിൽ സൗകര്യപ്രദമായ ഇരിപ്പിടങ്ങളിൽ അവരങ്ങനെ ഇരിക്കുകയായിരുന്നു. വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ്, ആ ആളിക്കത്തുന്ന തീ കിടങ്ങിലേക്ക് വിശ്വാസികളെ കൊണ്ടുവന്നിടുമ്പോൾ ആ മർദ്ദിത ജനവിഭാഗം അനുഭവിക്കുന്ന പീഡാനുഭവങ്ങളിൽ കണ്ട് സന്തോഷിക്കുന്ന സാക്ഷികളായിട്ടായിരുന്നു, അതിൽ രസിക്കുന്ന ആളുകളായിട്ടായിരുന്നു ആ കിടങ്ങിൻ്റെ വക്കിൽ അവരങ്ങനെ ഇരുന്നിരുന്നത്. വമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്. അങ്ങനെ ഒരു ദുഷ്ചെയ്തി, ക്രൂരത ചെയ്യാൻ ഇവരെ പ്രേരിപ്പിച്ച ഘടകം, ഈ വംശഹത്യക്ക്, ഈ ജനോസൈഡിന് ഇരയായ ഈ വിശ്വാസികളുണ്ടല്ലോ, അവർ ഒരൊറ്റ പാതകം ചെയ്തതിൻ്റെ പേരിലായിരുന്നു. അവർ ചെയ്ത കുറ്റം ഖുർആൻ പറയുന്നു: വമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്. സ്തുത്യർഹനും ഉഗ്ര പ്രതാപിയുമായ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നതല്ലാത്ത ഒരു കുറ്റവും
ഈ തീക്കുണ്ടത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ട ഈ ജനത ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ആയാത്തുകൾ പലവുര വായിച്ചു പോയവരാണ് ഞാനും നിങ്ങളും. ഇത് വായിക്കാതെ പോകുന്ന ആളുകൾ എന്തായിരുന്നാലും മുസ്ലിം സമുദായത്തിൽ ഉണ്ടാവില്ല. വംശഹത്യയെക്കുറിച്ചാണ്, ജനോസൈഡിനെ കുറിച്ചാണ്, അൽ ഇബാദത്തുൽ ജമാഇയ എന്ന് അറബി ഭാഷയിൽ പറയുന്ന ഉന്മൂലനത്തെക്കുറിച്ചാണ്, സാമൂഹ്യമായ ഉന്മൂലനത്തെക്കുറിച്ചാണ് ഈ ഭാഗത്ത് വിശദീകരിക്കുന്നത്. അത്തരം വംശഹത്യയുടെ ഏറ്റവും ദുരന്തം പൂർണ്ണമായ, പേടിപ്പെടുത്തുന്ന, കണ്ണിൽ നിന്ന് ചോര കരയിപ്പിക്കുന്ന ഒരു ദുരന്തമുഖം തീ കത്തിച്ചു വെച്ചിരിക്കുക വലിയ കുണ്ടത്തിൽ. എന്നിട്ട് വിശ്വാസികളെ മുഴുവനായും പിടിച്ചുകൊണ്ട് അതിലിടുക. അവരങ്ങനെ തീയിൽ പുളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തട്ടാസിക്കുന്ന ഒരു കൂട്ടർ അത് കണ്ട് ആസ്വദിക്കാൻ സൗകര്യപ്രദമായ ഇരിപ്പിടങ്ങൾ ഒരുക്കിയിരിക്കുക. എന്നിട്ട് അവർ അത് കണ്ട് ആസ്വദിക്കുക. അത്തരമൊരു സംഗതി ചെയ്യാൻ ഈ ധിക്കാരികളായ ക്രൂരന്മാരെ പ്രേരിപ്പിച്ച ഒരേ ഒരു ഘടകം, തീകുണ്ടത്തിലേക്ക് കൊണ്ടുവന്നിടപ്പെടുന്ന ഈ മുസ്ലിമീങ്ങൾ വിശ്വസിച്ചു എന്നത് മാത്രമാണ് അള്ളാഹുവിൽ. അതിലപ്പുറത്തൊരു പാതകവും ആ നാട്ടുകാർക്ക് അവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നാട്ടുകാരോട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ ഒരു രംഗത്തെ ഇങ്ങനെ വർണ്ണിക്കുകയാണ്. വംശഹത്യയെക്കുറിച്ചാണ് ഈ വിശദീകരണം. ഒരു വംശത്തെ ഉന്മൂലനം ചെയ്യാൻ നടത്തുന്ന ശ്രമങ്ങളുടെ ഏറ്റവും ഭീതിതമായ ഒരു അവസ്ഥയെ വർണ്ണിക്കുന്നു ഖുർആൻ. എന്താണ് വംശഹത്യ? എന്താണ് ജനോസൈഡ്? മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി പ്രകാരം ഏതെങ്കിലും ഗോത്ര, വർഗ, മത, ഭാഷ, സംസ്കാര, ദേശീയ വിഭാഗങ്ങളെ ഉന്മൂലനം ചെയ്യുന്ന പ്രക്രിയയാണ് ജനോസൈഡ്. അതാണ് വംശഹത്യ. അതാണ് അൽ ഇബാദത്തുൽ ജമാഇയ. കൃത്യമായി തയ്യാറാക്കിയ ഹിംസാത്മകമായ മാർഗങ്ങൾ ഉപയോഗിച്ച് ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുക എന്നതാണ് വംശഹത്യയുടെ ലക്ഷ്യം എന്നും നിർവചിക്കപ്പെട്ടിരിക്കുന്നു. ഈ നിർവചനങ്ങൾ ഐക്യരാഷ്ട്രസഭയുടെ ഭാഗത്തുനിന്നുള്ളതാണ്. UN ഈ വിഷയകമായി 1948 ഡിസംബർ 9 അംഗീകരിച്ച, പിന്നീട് 1951 ജനുവരി 12 നടപ്പിൽ വരുത്തിയ ഒരു റെസല്യൂഷൻ ഉണ്ട്. റെസല്യൂഷൻ 263 പ്രകാരം വംശഹത്യ എന്നാൽ ഇനി പറയാൻ പോകുന്ന കുറ്റങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഒരു വിഭാഗത്തോട് ചെയ്യുന്നു എങ്കിൽ അത് വംശഹത്യയാണ്. ഒരു ദേശീയ, വംശ, ഗോത്ര, മതവിഭാഗങ്ങൾക്കെതിരെ ഈ പറയുന്ന ഏതെങ്കിലും ഒന്ന്, ഏതെങ്കിലും ഒരു കൂട്ടർ പ്രയോഗിച്ചാൽ, അത് വർഗീയ സംഘങ്ങളാവട്ടെ, ഭരണകൂടമാവട്ടെ, അത് വംശഹത്യയാണ് എന്നും UN പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്തൊക്കെ കുറ്റങ്ങളാണ് ഈ ഇനത്തിൽ വരുന്നത്? അംഗങ്ങളെ കൊല്ലുക. ഒരു സമുദായത്തിലെ, ഒരു സമൂഹത്തിലെ, ഒരു ഗോത്രത്തിലെ, ഒരു ഭാഷാ വിഭാഗത്തിലെ, ഒരു വർണ്ണ വിഭാഗത്തിലെ, ഒരു സാംസ്കാരിക വിഭാഗത്തിലെ, ഒരു ദേശവിഭാഗത്തിലെ ആ അംഗങ്ങളെ കൊന്നുകളയുക. ആ അംഗങ്ങൾക്ക് മാനസികമോ ശാരീരികമോ ആയ ഗൗരവമുള്ള പരിക്കേൽപ്പിക്കുക. അവിടെ ജീവിക്കാൻ ആവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ മനഃപൂർവമായോ ഭാഗികമായോ മുഴുവനായോ നശിപ്പിക്കുക. അവിടെ ജനനത്തെ നിയന്ത്രിക്കുക, വംശവർദ്ധനവിനെ നിയന്ത്രിക്കുക. നിർബന്ധമായി അവരുടെ കുട്ടികളെ പിടികൂടി വേറെ ഒരു ഭാഗത്തേക്ക് കടത്തുകയോ വേറെ ഒരു കൂട്ടത്തിലേക്ക് കൊണ്ടുപോയി ആക്കുകയോ ചെയ്യുക. ഇതെല്ലാം UN അംഗീകരിച്ച വംശഹത്യ എന്ന കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട നിർവചനത്തിൽ 263 റെസല്യൂഷൻ വന്നതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2010 സെപ്റ്റംബറിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ ഡിസംബർ 9 വംശഹത്യകൾക്ക് ഇരയായവരുടെ അന്തസ്സിനും വംശത്തെ തടയുന്നതിനുമുള്ള അന്താരാഷ്ട്ര ദിനമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇത് ലോകത്ത് നടക്കുന്ന ഒരു സംഗതിയാണ്. ആ സംഗതിയിൽ ഇത്രത്തോളം കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ നേരും നെറിയുമുള്ള മനുഷ്യരെ പ്രേരിപ്പിച്ച, ഇത്രയും കൃത്യമായി നിർവചിക്കാൻ പ്രേരിപ്പിച്ച ഘടകം എന്നത് വംശഹത്യ അത്രമേൽ ക്രൂരമാണ് എന്നതുകൊണ്ടാണ്. ആ ക്രൂരതയുടെ ഒരു രംഗത്തെയാണ് ഖുർആൻ ആവിഷ്കരിച്ചത്. ഇപ്പൊ വിശുദ്ധ ഖുർആനിന്റെ വായനയിൽ സൂറത്തുൽ ബുറൂജ് വായിക്കുന്ന വിശ്വാസികൾ എന്താണ് ഈ സംഗതി, അതിനെ എങ്ങനെയാണ് ബുദ്ധിയുള്ള മനുഷ്യർ നോക്കിക്കാണുന്നത്, അത് എത്രമേൽ ക്രൂരമായ ഒരു യാഥാർത്ഥ്യമാണ്, എത്രമേൽ ബീഭത്സമാണ് അതിന്റെ മുഖം, എന്തെല്ലാം കുറ്റകൃത്യങ്ങളാണ് ഒരേ സമയം ഈ വെറുപ്പ് ഉളവാക്കിക്കൊണ്ട് ഒരു സമുദായത്തിന് നേരെ അതിൻ്റെ പ്രയോക്താക്കൾ, വംശഹത്യയുടെ പ്രയോക്താക്കൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കാനുള്ള വിവേകവും ബുദ്ധിയും നമുക്കുണ്ടാവേണ്ടതുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു ആമുഖം പറഞ്ഞു വെക്കേണ്ടി വന്നത് കഴിഞ്ഞ ആഴ്ചയിൽ വംശഹത്യയുമായി ബന്ധപ്പെട്ട അതിനെതിരെയുള്ള 2 സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടായി.
ആ അനുഭവങ്ങൾ നമുക്കൊരിത്തിരി സന്തോഷം പകരുന്ന ഒന്നാണെന്ന് മാത്രം. അതിൻ്റെ തുടർച്ചയിൽ എന്ത് സംഭവിക്കുന്നു എന്നത് ഇനിയും നമുക്ക് ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആമുഖം പറയേണ്ടുന്നത്. അതിലൊന്ന്, ജനുവരി 8 അഥവാ 4 ദിവസം മുമ്പ് 2002 ഗുജറാത്തിൽ നടന്ന മുസ്ലിം വംശഹത്യയുടെ ഇരകളിൽ ഒരു ഇരയായ സഹോദരി ബിൽക്കീസ് ബാനുവിന്റെ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി നടത്തിയൊരു വിധി പ്രസ്താവമാണ്. 2002 മുസ്ലിം വംശഹത്യ മറക്കാൻ ശ്രമിക്കുന്നവരാണ് നമ്മുടെ കൂട്ടത്തിൽ പലരും. അങ്ങനെ ചിലതൊക്കെ മറന്നു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ നമുക്കിടയിൽ ഉണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. മറക്കാൻ ആഗ്രഹിക്കുകയും മറപ്പിക്കാൻ ശ്രമം നടക്കുന്ന ഒരു വിഷയത്തിൽ കൃത്യമായ ഓർമ്മപ്പെടുത്തലുകൾ നമ്മുടെ ബാധ്യതയാണ്. ഇന്നമാ അൻത മുൻദിർ, നീ മുന്നറിയിപ്പ് നൽകേണ്ടവൻ മാത്രമാണെന്ന് പറയുമ്പോൾ, നീ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ഇത്തരം ചില അറിവുകളും അറിയിപ്പുകളും ഓർമ്മപ്പെടുത്തൽ ഒരു ബാധ്യതയായിട്ട് വരുന്നു. നിങ്ങൾക്കറിയാം, നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് ബിൽക്കീസ് ബാനു കേസിൽ 11 പേർ പ്രതികളായി ജയിലിലടക്കപ്പെട്ടത്. 5 മാസം ഗർഭിണിയായ ഒരു സഹോദരിയെ തന്റെ അയൽപ്പക്കത്തുള്ള ആളുകൾ, അങ്ങനെ ഒരു യാഥാർത്ഥ്യം കൂടി കേസ് പഠിക്കുമ്പോൾ പഠിക്കണം. വംശഹത്യയിൽ അങ്ങനെ സംഭവിക്കും. അവിടെ വീട്ടിൽ നിന്ന് പാല് വാങ്ങിക്കുന്നവർ, അവരുടെ പിതാവിൻ്റെ അടുത്ത് ചികിത്സക്ക് വരുന്നവർ, അങ്ങനെ തുടങ്ങി ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ള അറിയുന്ന ആളുകൾ 21 പേർ ഈ സഹോദരിയെ കൂട്ട ബലാത്സംഗ വിധേയമാക്കി. അവരുടെ ഗർഭസ്ഥ ശിശു ഇല്ലാതായി. അവിടെ കൺമുമ്പിലിട്ട് 3 വയസ്സുകാരിയെ കാലിൽ തൂക്കി കല്ലിലടിച്ച് കൊന്നുകളഞ്ഞു. അവർ മരിച്ചുപോയെന്ന് വിചാരിച്ച് വലിച്ചെറിയപ്പെട്ട അവസ്ഥയിൽ ദിനങ്ങൾ കഴിഞ്ഞിട്ട് അവർ ഉണർന്നെഴുന്നേൽക്കുന്നത് അവിടെ കുടുംബാദികളായ 8 പേർ മരിച്ചു കിടക്കുന്ന ശവങ്ങൾക്കിടയിൽ നിന്നാണ്. അവർ പോരാടാൻ തീരുമാനിച്ചു. അധികമാർക്കും സാധിക്കാത്ത ഒന്നാണ്. പോരാടിക്കൊണ്ട് ഇവിടെ ജീവിക്കാൻ കഴിയൂ എന്ന് ഇനിയെങ്കിലും മുസൽമാന്മാർ പഠിക്കണം. അത്തരം ഒരു വലിയ പാഠം ഈ കേസിലുണ്ട്. അങ്ങനെ അവർ കേസുമായി മുന്നോട്ട് പോയി. അവരുടെ ഭർത്താവ് അവരുടെ കൂടെ നിന്നു. ആ കേസിൽ ഒടുവിൽ ഈ പ്രതികൾ 11 പേർ പ്രതികളാണെന്ന് വന്നു. അവർ ജയിലിൽ അടക്കപ്പെട്ടു. ഗുജറാത്തിലല്ല ഈ കേസിന്റെ വിസ്താരം നടന്നത് അവിടെയാണ് സംഭവം. പക്ഷേ മഹാരാഷ്ട്രയിലായിരുന്നു. ജയിലടക്കപ്പെട്ട ആളുകൾ പിന്നീട് 1.5 വർഷം മുമ്പ് ഓഗസ്റ്റ് 15 ഒരു നിയമത്തിന്റെ പഴുതിലൂടെ ഗുജറാത്ത് ഭരണകൂടം അവരെ തുറന്നുവിട്ടു. അതിനെതിരെ വീണ്ടും അവർ സമരത്തിൽ നിന്നു. മുഖം മറക്കാതെ രംഗത്ത് വന്നു. അവർ ഇരകളുടെ മുഖം മറച്ചാണ് സാധാരണ കാണിക്കപ്പെടാറുള്ളത്. അവർ മുഖം മറക്കാതെ രംഗത്ത്, കരുത്തിന്റെ പോരാട്ടത്തിന്റെ ധീരത അവർ കാഴ്ചവെച്ച് ഒടുവിൽ കഴിഞ്ഞ 8-ാം തീയതി വിധി പ്രസ്താവമുണ്ടായി. ഈ പ്രതികളുടെ ജാമ്യം റദ്ദ് ചെയ്ത് അവർ വീണ്ടും ജയിലിലേക്ക് പോകണമെന്ന്. ഇങ്ങനെ ഒരു വിധി പ്രസ്താവന വംശഹത്യയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നടന്ന, ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്ന, ഇനിയും ഭീകരമായി വരാനിരിക്കുന്ന ഈ ജനോസൈഡിന്റെ വിഷയത്തിലെ ഒരു നല്ല പ്രതികരണം കോടതിയുടെ ഭാഗത്ത് ഉണ്ടായത് വിശ്വാസികൾക്ക് പ്രതീക്ഷയും അവരുടെ ആവേശവുമായി മാറുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്, ഇതേ ആഴ്ച, കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. വളരെ ക്രൂരമായ വംശഹത്യ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഫിലസ്തീൻ വിഷയത്തിൽ ദക്ഷിണാഫ്രിക്ക എന്ന ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള രാജ്യം ICJയിൽ അഥവാ നീതിന്യായ, അന്താരാഷ്ട്ര നീതിന്യായ കുറ്റകൃത്യങ്ങൾ വിചാരണ ചെയ്യുന്ന കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു. ആ കേസ് ഇന്നലെ 11/1/24 ഹിയറിംഗ് തുടങ്ങി. ഫിലസ്തീനികളോട് കാണിക്കുന്നത് വംശഹത്യയാണെന്ന് മുഖത്ത് നോക്കി പറയാൻ 75 കൊല്ലത്തിനു ശേഷം ഒരു ദക്ഷിണാഫ്രിക്ക എന്ന രാജ്യം വേണ്ടി വന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ജനസമൂഹത്തെ ഒന്നടങ്കം ഉന്മൂലനം ചെയ്യുന്ന ജനോസൈഡ്, അൽ ഇബാദത്തുൽ ജമാഇയ്യ, വംശഹത്യ നടന്നുകൊണ്ടിരിക്കെ ഇതൊരു വംശഹത്യയാണെന്ന് അന്താരാഷ്ട്ര കോടതിക്ക് മുമ്പിൽ ഒരു കേസ് ഫയൽ ചെയ്യാൻ അറബ് മുസ്ലിം രാഷ്ട്രങ്ങൾ ഉണ്ടായിട്ട് അങ്ങനെ പേരില്ലാത്ത ഒരു ദക്ഷിണാഫ്രിക്ക എന്ന രാജ്യം രംഗത്ത് വരേണ്ടി വന്നു എന്ന് നിങ്ങൾ കൂട്ടത്തിൽ വായിക്കണം. ഇപ്പോൾ ആ ഹിയറിംഗ് ഇന്നലെ തുടങ്ങിയിരിക്കുകയാണ്. വംശഹത്യയാണ് നടക്കുന്നത്. ഇസ്രായേൽ കയ്യും കെട്ടി നിൽക്കേണ്ടി വരും കോടതിക്ക് മുമ്പിൽ. അത്ഭുതങ്ങൾ സംഭവിച്ചു കൊള്ളണമെന്നില്ല. പക്ഷെ ലോകത്ത് ഇപ്പോൾ വിസിബിളായി മാറിയ ഫിലസ്തീൻ വിഷയത്തിൽ വളരെ കൃത്യമായി ഇസ്രായേൽ കുറ്റവാളിയാണെന്ന് പറയാൻ സമൂഹങ്ങൾക്ക് ധൈര്യം പകരുന്ന ഇടപെടലുണ്ടായിരുന്നതിൽ വിശ്വാസികളായ നമുക്ക്, അല്ലെങ്കിൽ ഈ നന്മ ആഗ്രഹിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് സന്തോഷിക്കാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതാണ് കൂട്ടരെ വംശഹത്യ എന്ന് പറയുന്ന വിഷയം.
അതിന്റെ ഭീകരമായ ഒരു മുഖത്തെയാണ് സൂറ അൽ ബുറൂജിലെ 4 മുതൽ 10 കൂടിയ ആയാത്തുകളിലൂടെ നമ്മൾ അമ്മജുസിൽ വായിക്കുന്ന, ഒരുപാട് തവണ വായിച്ചു പോയ ആ സൂറയിൽ അല്ലാഹു വർണ്ണിച്ചു. ഒരു ജനസമൂഹത്തിന്റെ ജീവിക്കാനുള്ള അവകാശത്തെ ഇല്ലാതാക്കുന്ന ക്രൂര കൃത്യത്തിന്റെ ഒരു രംഗവർണ്ണന ഖുർആൻ നടത്തുമ്പോൾ അത് മണ്ണിൽ നടന്നുകൊണ്ടിരിക്കെ നമുക്കതിലൊന്നും ഇടപെടാനെന്ന് വിചാരിച്ചുകൊണ്ട് കുത്തിയിരിക്കുന്ന മനുഷ്യരുടെ ബുദ്ധിക്കും തലമണ്ടക്ക് മുകളിൽ തമ്പുരാൻ അടിക്കുകയാണെന്ന് കൂടി ആയത്ത് വായിക്കുമ്പോൾ മനസ്സിലാക്കണം. അപ്പൊ അത്രയും കൃത്യമായ വർത്തമാനം ഈ വിഷയകമായി ഖുർആൻ പറഞ്ഞു വെക്കുകയാണ്. എന്നല്ല, വിശുദ്ധ ഖുർആന്റെ വർണ്ണനയിൽ വംശഹത്യക്ക് എതിരെയുള്ള ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഖുർആൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. വിശ്വാസികളായി നമുക്കത് ബാധ്യതയായിട്ട് വരുമെന്ന് സെമിറ്റിക് മതങ്ങളായി അംഗീകരിക്കപ്പെടുന്ന യഹൂദ, ക്രൈസ്തവ, ഇസ്ലാം മതങ്ങളുടെ വക്താക്കൾ ഈ ചരിത്രം അറിയാതെ പോവില്ല. ബൈബിള് പഴയ നിയമം വായിക്കുന്നവരും പുതിയ നിയമം വായിക്കുന്നവരും ഖുർആൻ വായിക്കുന്നവരും ഈ ആയത്ത് കൃത്യമായിട്ട് വായിക്കേണ്ടി വരും. വ്യത്യസ്തമായ രീതിയിലെങ്കിൽ രീതിയിൽ ഈ വിഷയത്തിൽ ഖുർആൻ പറയുന്നു. സൂറ അൽ മാഇദ 32-ാം വചനം. ഈ ആയത്തിനെ വിശദീകരിച്ച മുഫസ്സിരീങ്ങൾ പറഞ്ഞ ദുആഉൽ ഇസ്ലാമി ഇലാ നബ്ദിൽ ഉൻഫ്, ഹേറ്റ്, വെറുപ്പ്, വിദ്വേഷവും വെറുപ്പും ഇല്ലാതാക്കാനുള്ള ഇസ്ലാമിന്റെ ആഹ്വാനമാണ് ഈ സൂക്തമെന്നാണ്. ഹേറ്റ് പ്രചരിപ്പിച്ചാണ് വംശഹത്യയിലേക്ക് ആളുകളെ കൂട്ടുന്നത്. മുസ്ലിം സമുദായത്തെ രാഷ്ട്രരഹിതരാക്കാനും പൗരത്വരഹിതരാക്കാനും ശ്രമിക്കുന്ന ഇന്ത്യയിലെ വംശഹത്യയുടെ ഏറ്റവും ഭീകരമായ ആദ്യത്തെ ഒരു മുഖമായിരുന്നു ഗുജറാത്തിലേത് 2002-ലെങ്കിൽ അതിപ്പോഴും തുടരുന്നു എന്നും ഭീകരമായി തുടരുമെന്നും വംശഹത്യയുടെ ഘട്ടങ്ങളിൽ അവസാനത്തെ ഘട്ടത്തിൽ ഇന്ത്യ എത്തി നിൽക്കുന്നു എന്നൊക്കെ വിവരമുള്ള ആളുകൾ വിളിച്ചു പറയുന്ന വർത്തമാനം പത്രത്തിൽ വായിച്ചാലും കുന്നു കുലുങ്ങിയാലും കുഞ്ഞാച്ചുമാര് കുലുങ്ങാതിരിക്കുന്ന പുതിയ കാലത്ത് ഈ ആയത്തുകൾ പറഞ്ഞു പോകാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. സൂക്തം ഇങ്ങനെയാണ്: മിൻ അജലി ദാലിക കതബ്നാ ഇലാ അലാ ബനി ഇസ്രായേൽ. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ, ഏതാ കാരണങ്ങൾ? കൊലയും കൊള്ളിവെപ്പും, വംശഹത്യയും ഉന്മൂലനവും, ശത്രുതയും വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കലും, ഇസ്ലാം അംഗീകരിക്കാത്ത, പ്രപഞ്ചാതൻ അംഗീകരിക്കാത്ത, ഒരു ധാർമ്മിക വ്യവസ്ഥ അംഗീകരിക്കാത്ത, ഒരു സനാതന ക്രമവും അംഗീകരിക്കാത്ത ഒരു സംഗതിയായിരിക്കെ ഈ സംഗതിക്ക് എതിരെ അള്ളാഹു നിലപാടെടുക്കുന്നതിന്റെ ഭാഗമായി മിൻ അജലി ദാലിക, ഇക്കാരണങ്ങളാൽ കതബ്നാ അലാ ബനി ഇസ്രായീല, ബനൂ ഇസ്രായേൽ സമുദായത്തിന് നിന്ന് നിർബന്ധമാക്കി, തീരുമാനമാക്കി, രേഖപ്പെടുത്തി കൊടുത്തു എന്നാണ്. യഹൂദ നസ്രാനി വിഭാഗം ബനൂ ഇസ്രായേൽ പിന്മുറക്കാരാണെന്നാണ് പറയുന്നത്. സമ്മതിച്ചു കൊടുക്കാം ആ അർത്ഥത്തിൽ. പക്ഷെ അത് വേറെ തന്നെയാണ്. മറുഭാഗത്ത് അതിന്റെ നേർക്കുനേരുള്ള പാരമ്പര്യത്തിൽ ഇബ്രാഹിമി പരമ്പരയെ വിശുദ്ധ ഖുർആൻ ബന്ധിപ്പിക്കുന്നത് വിശ്വാസി സമൂഹമാകുന്ന മുസ്ലിമീങ്ങളോടാണ്. അപ്പൊ ഈ 3 വിഭാഗത്തെ മുൻനിർത്തിയാണ് പറയുക, ബനൂ ഇസ്രായേൽ സമുദായത്തിന് അള്ളാഹു ഇങ്ങനെ തീരുമാനമാക്കി, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ, അന്യായമായി ഒരു ജീവനെ കൊല്ലുക എന്നത്, ഔ ഫസാദിൻ ഫിൽ അർദ്, കൊലപാതകം നടന്നിക്കട്ടെ, നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നത്, ഔ ഫസാദിൻ ഫിൽ അർദ്, നാട്ടിൽ കുഴപ്പമുണ്ടാക്കുക, മനുഷ്യന്റെ അന്തസ്സും അഭിമാനവും ജീവിക്കാനുള്ള അവകാശവും വകവെച്ച് കിട്ടാത്ത രീതിയിൽ വെറുപ്പിലൂടെ വിദ്വേഷ ശാസ്ത്രം ഉണ്ടാക്കി ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ക്രമമുണ്ടല്ലോ, അത്തരം സകല ഫിത്ന ഫസാദും ഔ ഫസാദിൻ ഫിൽ അർദ്, മണ്ണിൽ കുഴപ്പമുണ്ടാക്കലും, അതെല്ലാം അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഫകഅന്നമാ ഖതലന്നാസ ജമിയ, മുഴുവൻ മനുഷ്യരെയും കൊന്നതുപോലെയാണ്. നിങ്ങൾ ജനോസൈഡാണ് ചെയ്യുന്നത്. വംശഹത്യയാണ്. മുഴുവൻ മനുഷ്യരെയും കൊല്ലല, വംശങ്ങളെ കൊല്ലല, മനുഷ്യകുലത്തെ കൊല്ലല. അത്തരം ദുരന്തം നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന്. അതേസമയം മനുഷ്യന് ജീവിക്കാൻ ഉതകും വിധം ഇവിടെ ജനിച്ച ഈ മണ്ണിലെ മുഴുവൻ വംശങ്ങൾക്കും വർഗങ്ങൾക്കും ഗോത്ര, ഭാഷ, സാംസ്കാരിക, ദേശ പൈതൃകമുള്ളവർക്കും ജീവിക്കാൻ കൃത്യമായ അവസരം ഒരുക്കി കൊടുക്കുന്ന പ്രവർത്തനമുണ്ടല്ലോ, അത് അങ്ങനെ ചെയ്താൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ, കൊലപാതകങ്ങൾ ഇല്ലാതെ, വംശഹത്യ നടത്താതെ മുന്നോട്ട് പോയാൽ ഈ സമൂഹത്തെ ജീവിപ്പിക്കല, മനുഷ്യകുലത്തെ ജീവിപ്പിക്കല. അങ്ങനെ ഒരു മനുഷ്യന് ജീവിക്കാൻ ആരവസരം കൊടുക്കുന്നുവോ, അവസരം ഉണ്ടാക്കി കൊടുക്കുന്നുവോ, അതിനുവേണ്ടി ആര് പൊരുതുന്നുവോ, അതിനുവേണ്ടി രംഗത്ത് വരുന്നുവോ, മുഴുവൻ മനുഷ്യരെയും ജീവിപ്പിക്കുന്ന പോലെയാണ്. അപ്പൊ മനുഷ്യർക്ക് ജീവിക്കാനുള്ള അവകാശം നിലനിർത്താൻ വേണ്ടി പണിയെടുക്കണം. അവർക്ക് ജീവിക്കാൻ പറ്റാത്ത, സ്വാസ്ഥ്യം കെടുന്ന അവസ്ഥ ഉണ്ടാക്കൽ ഫസാദാണ്. ഒരു മനുഷ്യന്റെയെങ്കിലും രക്തം അന്യായമായി ചിന്തലും വലിയ കുഴപ്പമാണ്. അത് നിങ്ങൾ ചെയ്യാൻ പാടുന്ന കൃത്യമായി അല്ലാഹു രേഖപ്പെടുത്തി വെച്ചു. എന്നിട്ടോ വലഖദ് ജാഅത്തുഹും റുസുലുനാ ബിൽ ബയ്യിനാത്ത്, ഈ നിയമങ്ങളുമായി നമ്മുടെ പ്രവാചകന്മാർ അവരിലേക്ക് കൊലപ്പായിട്ട് വന്നു, വ്യക്തമായ തെളിവുമായിട്ട് വന്നു. ബനൂ ഇസ്രായേൽ ഒരുപാട് പ്രവാചകന്മാർ,
അവസാന പ്രവാചകൻ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പ്രവാചകന്മാരുടെ ഈ വിഷയം കൃത്യമായിട്ട് അല്ലാഹു പഠിപ്പിച്ചു. സുമ്മ ഇന്ന കസീറൻ മിൻഹും ബഅദ ദാലിക ഫിൽ അർളി. അതിനുശേഷം അവരിൽ ഒരുപാട് പേർ, ആ പിന്മുറക്കാരിൽപ്പെട്ട ഒരുപാട് പേർ അവരിതാ ഇപ്പോഴും ലമുസ്രിഫൂൻ, മണ്ണിൽ അതിക്രമം കാണിച്ച് അതിരുവിട്ട് പ്രവർത്തിക്കുന്നു എന്നാണ്. അപ്പോൾ വംശഹത്യ എന്ന് കൃത്യമായി രേഖപ്പെടുത്താൻ നിർവചിക്കപ്പെട്ട കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ രാജ്യത്തും നമ്മുടെ മുമ്പിൽ വിഷയമായി നിൽക്കുന്ന 3 മാസം പിന്നിട്ട ഇപ്പോഴുണ്ടായ സംഭവത്തിന്റെ തുടർച്ചയിൽ ഫിലസ്തീനിലുമൊക്കെ ഈ വിഷയത്തിൽ നിങ്ങൾ വിശ്വാസികൾ എവിടെ നിൽക്കണമെന്ന് ഖുർആൻ പഠിപ്പിക്കുക. ഈ ആയത്ത് ഓതിപ്പോയപ്പോഴും അത് ബോധ്യമായില്ല പലർക്കും. അത്തരം വംശഹത്യക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ബാധ്യതയുണ്ട് നിങ്ങൾക്ക് എന്ന് ഖുർആൻ പഠിപ്പിക്കുക. പക്ഷേ ഈ വംശഹത്യയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടയപ്പെടുന്ന രണ്ട് കിരണങ്ങൾ ഉണ്ടായല്ലോ, 2 വെള്ളി വെളിച്ചങ്ങളായ കിരണങ്ങൾ. ബിൽക്കീസ് ബാനു കേസിന്റെ വിഷയത്തിലും അതുപോലെ തന്നെ ICJയിൽ അന്താരാഷ്ട്ര യുദ്ധ കുറ്റങ്ങൾ വിചാരണ കോടതിയിൽ കേസ് കൊടുത്ത വിഷയത്തിലുമൊക്കെ. പക്ഷേ അവിഷയകമായി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ദക്ഷിണാഫ്രിക്ക എന്ന രാജ്യം വേണ്ടി വന്നു. നേരത്തെ പറഞ്ഞ പോലെ ഈ വിഷയം അവിടെ എത്തിക്കാൻ അതിനുമുമ്പ് ഒരാളും എത്തിച്ചില്ല. ആ രാജ്യത്ത് 78% ക്രിസ്ത്യാനികളാണ്. 1.7% മാത്രമേ മുസൽമാന്മാരുള്ളൂ ആ രാജ്യത്ത്. 75% കറുത്ത വർഗക്കാർ ജീവിക്കുന്ന രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. ലോകത്തിൽ 23ാമത് വലിയ ജനസംഖ്യയുടെ രാജ്യമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നെൽസൺ മണ്ടേലയുടെ നാട്. വർണ്ണവരുടെ ദുരന്തത്തിനെതിരെ പൊരുതി നേതൃത്വം വഹിച്ച, അങ്ങനെ വിജയിച്ച നെൽസൺ മണ്ടേല. നമ്മുടെ രാജ്യത്തിലെ രാഷ്ട്രപിതാവിനെ ഗാന്ധിജിയെ ഓർക്കുന്നത് പോലെ ചരിത്രം ഓർക്കുന്ന നെൽസൺ മണ്ടേല. അദ്ദേഹത്തിന്റെ നാട് വേണ്ടി വന്നു ഫിലസ്തീനിൽ ഇസ്രയേൽ നടത്തുന്ന കുരുതിക്ക് എതിരെ, വംശഹത്യക്കെതിരെ കേസ് കൊടുക്കാൻ എന്ന യാഥാർത്ഥ്യം നിങ്ങൾ അറിയണം. നമ്മുടെ അറബ് രാഷ്ട്രങ്ങളുണ്ടായില്ല, മറ്റു മുസ്ലിം രാഷ്ട്രങ്ങളുണ്ടായില്ല. ഇത് നമ്മെ വേദനിപ്പിക്കുന്ന, കിന്നരാക്കുന്ന ഒരു വിഷയം ബോധപൂർവം പറഞ്ഞു വെച്ചതാ. രണ്ടാമത് ബിൽക്കീസ് ബാനു കേസിലേക്ക് നിങ്ങൾ നോക്കൂ. ബിൽക്കീസ് ബാനു പൊരുതാൻ തീരുമാനിച്ചപ്പോൾ ഇങ്ങനെ ഒരു വിധി പ്രസ്താവമുണ്ട്. അതിനു മുമ്പൊരു സാഹിറ ഷെയ്ഖിന്റെ കേസുണ്ട് അവിടെ. ഇതേ 2002 ഗുജറാത്ത് കലാപത്തിൽ വെസ്റ്റ് ബേക്കറി കേസ്. അവിടെ കുടുംബത്തിലെ 17 പേരെയാണ് ബേക്കറി അടുപ്പിലിട്ട് ചുട്ടുവന്നത്. ടീ സ്റ്റാർ സെറ്റിൽവാദിനെ പോലുള്ള പൊതുപ്രവർത്തകർ കൂടെ നിന്നിട്ടും ഈ സാഹിറ ഷെയ്ഖ് എന്ന മുസ്ലിം സഹോദരന്റെ പിതാവ് ഉൾപ്പെടെ ഒരു പറ്റം ആളുകളെ കൊന്നുകളഞ്ഞ കേസിൽ അവർ സംഘപരിവാരവുമായി ഒത്തുതീർപ്പിന് പോയി. അതുകൊണ്ട് ആ കേസ് രംഗത്ത് വന്നില്ല. കേസുമായി പോയ പൊതുപ്രവർത്തക ജയിലിൽ അടക്കപ്പെട്ടു. ഇതാണ് സംഭവം. ഈ ബിൽക്കീസ് ബാനു കേസിലും അവര് കേസുമായി വന്നില്ലെങ്കിൽ, കേസുമായി വന്നില്ല എങ്കിൽ ഇപ്പോൾ നിങ്ങൾ പേര് ചൊല്ലി പറഞ്ഞില്ല പൊതുപ്രവർത്തകരുണ്ടല്ലോ, മഹുവ മൈത്രയെ പോലെ, അങ്ങനെ ചില ആളുകൾ, അവരുടെ കേസ് കോടതി എടുക്കുമായിരുന്നില്ല. പ്രതി കേസുമായി വരാതിരുന്നാൽ പൊതു താല്പര്യ ഹർജികൾ തള്ളപ്പെടുമെന്ന കാര്യവും നിങ്ങൾ അറിയണം. അപ്പോൾ ബിൽക്കീസ് ബാനു തികഞ്ഞ പോരാട്ടം നടത്തിയത്. അവർ രംഗത്ത് വന്നു, അവർ രംഗത്തുണ്ടായി. പക്ഷേ അവരെ ഇന്ത്യയുടെ മകളായിട്ട് ഇന്ത്യ കാണില്ല. അവൾക്ക് വേണ്ടി സംസാരിക്കാൻ ഫെമിനിസ്റ്റ് ആളുകൾ ഉണ്ടാവില്ല. സാംസ്കാരിക നായകന്മാർ രംഗത്ത് കണ്ടില്ല. അവരുടെ ഈ വിഷയത്തിൽ അങ്ങനെയാണ് നിലപാട്. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് മിണ്ടാതിരിക്കാൻ ശ്രമിക്കുന്ന, നമ്മെ മിണ്ടാതാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അതാണ് നമ്മെ വേദനിപ്പിക്കുന്ന മറ്റൊരു ദുരന്തം. അതുകൊണ്ട് ഗുജറാത്ത് കലാപം അറിയില്ല എന്ന് പറഞ്ഞ തലയിൽ തട്ടം ധരിക്കുന്ന ആളുകൾ, ഇവിടെ മുസ്ലിങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സംഘപരിവാര ചാനലിരുന്നു കൊണ്ട് മുസ്ലിം സമുദായത്തിലെ ഭീകരവാദികളെ ചൂണ്ടിക്കാണിക്കുന്ന മൗലവിമാർ, ഇതൊക്കെയും ഇതിന്റെ ഭാഗമായിട്ട് വായിക്കണം. അവിടെയാണ് സുപ്രീം കോടതി വിധിച്ചത് അവരെ പുറത്തു വിട്ടത് റദ്ദാക്കിയിട്ട് തിരിച്ച് ജയിലിൽ പോകാൻ 2 ആഴ്ച കൊണ്ട് ജയിലിൽ പോകണമെന്ന്. ആളുകൾ ഇപ്പൊ വീട് വിട്ടു പോയിരിക്കുക, കാണാനില്ല എന്നാണ് പറയുന്നത്. അതിനിയും പലതും സംഭവിക്കും. പക്ഷെ ഈ വിധികൾ അത്രത്തോളം കൃത്യമായ വർത്തമാനങ്ങളാണ്. അങ്ങനെ ഒരു രീതി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഈ വാർത്തകൾ വായിക്കുന്ന നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ആ മനസ്സോടെ ഈ ആയത്ത് ഇനിയും കേൾക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ 2 വംശഹത്യയിലും, മുസ്ലിം വംശഹത്യ ഇന്ത്യയിൽ നടക്കുന്ന കാര്യത്തിലും ഫിലസ്തീൻ വംശഹത്യയുടെ കാര്യത്തിലുമൊക്കെ ഈ ആയത്തിൽ പറഞ്ഞ കാര്യങ്ങളുടെ വിശദീകരണം ഈ 2 കേസുമായി നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഖുത്ല അസ്ഹാബുൽ ഉഖ്ദൂദ്, കിടങ്ങിന്റെ ആളുകൾ ശപിക്കപ്പെട്ടിരിക്കുന്നു. കിടങ്ങ് ഒരു പ്രതീകമാണ് കൂട്ടരെ. തീ കുണ്ടങ്ങൾ, തീ മനുഷ്യനെ വിഴുങ്ങുന്ന അവസ്ഥ സൃഷ്ടിക്കുന്ന പ്രതീകം. അത് അന്ന് കാലത്ത് കിടങ്ങ. അത് ഗുജറാത്തിൽ കൂട്ടമായിട്ട് ആളുകളെ ഒരു ഭാഗത്ത് ഉപരോധിച്ച് നിർത്തിയിട്ട് അവർ താമസിക്കുന്ന ഇടങ്ങളിൽ കയറി ആക്രമിച്ച് കൊന്ന് അവരുടെ വീടുകളും അവരുടെ കടകളും തീയിട്ട് നശിപ്പിച്ച്
അവിടെ കുഞ്ഞുമക്കളെ ഉൾപ്പെടെ ഉദരത്തുനിന്ന് കുത്തി പുറത്തെടുത്ത് ഭ്രൂണം വരെ പുറത്തെടുത്ത് കാണിച്ച അക്രമല്ലേ? അങ്ങനെ അക്രമം കാണിക്കുന്നവർ അപ്പുറത്ത് ഗസയിലെ അടഞ്ഞ ജയിൽ പോലെ ജീവിക്കുന്ന ഗസയിൽ ടൺ കണക്കിന് ബോംബ് കൊണ്ടുപോയിട്ടിട്ട് ഹിരോഷിമ നാഗസാക്കിയിൽ ഇട്ടതിനേക്കാൾ 3 ഇരട്ടി ആണവ ആയുധങ്ങളുടെ പ്രയോജനം ചെയ്യുന്ന സ്ഫോടക വസ്തുക്കൾ ഈ 3 മാസം കൊണ്ട് ഗസയിൽ ഇട്ടു എന്ന് കണക്കുകൾ പറയുമ്പോൾ ഒരു സമൂഹത്തെ ഇങ്ങനെ തീ കൊണ്ട് കൊന്നുകളയുന്ന അതേ കിടങ്ങിന്റെ വക്താക്കൾ അവരാ. അതൊരു പ്രതീകമാണ്. ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്, കിടങ്ങിന്റെ ആളുകൾ ഇതാ ശപിക്കപ്പെട്ടിരിക്കുന്നു. അന്നാരി ദാത്തുൽ വഖൂദ്, അവർ തീ കത്തുന്ന സംവിധാനങ്ങളിലൂടെ മനുഷ്യരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാ. അവർ തീ സംവിധാനിക്കുന്നു. തീ എന്നതാണ് വിറകിന്റെ വഖൂദ്, അവിടെ ഇന്ധനം വിറക. ഇവിടെ ഇന്ന് പുതിയ കാലത്ത് അതിന്റെ മുഖം മാറിയിരിക്കുന്നു മാത്രം. ഇതും അലയാക്കൂ. എന്നിട്ട് അവർ ഇത് അറിഞ്ഞ് ഇരുന്ന് കാണുകയായിരുന്നു. അതുകൊണ്ട് നമ്മൾ റിപ്പോർട്ടിൽ വായിക്കുന്നു, BBC ഡോക്യുമെന്ററിയിലും ദി വയറിലും അതുപോലെ മറ്റു പല ചാനലുകളും അതുപോലെ ന്യൂസ് പോർട്ടലൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു. ഇന്ന് പബ്ലിക് ഡൊമൈനിലുള്ള വർത്തമാനങ്ങളാണ്. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിക്ക് പങ്കുണ്ടായിരുന്നു എന്ന് 5 മന്ത്രിമാർ ഇറങ്ങി കളിച്ചെന്ന്, വാക്കാൽ പോലീസിനോട് തടയരുത് എന്ന് പറഞ്ഞെന്ന്, പോലീസിനോട് മുസ്ലിംസിനെ ബലാത്സംഗം ചെയ്യാൻ കൽപ്പിച്ചെന്ന്, ഇങ്ങനെ അങ്ങ് തുടങ്ങിയിട്ട് വായിക്കണത് ആസൂത്രിതമായി ചെയ്ത് കണ്ട് ആസ്വദിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇതും അലൈഹാ ഖുഊദ്, അവർ ഇരുന്ന് ആസ്വദിക്കുകയായിരുന്നു. ഇത് ഖുർആന്റെ പ്രയോഗം അർത്ഥവത്തായ പ്രയോഗമാണ്. അതൊരു കാലഘട്ടത്തിലേക്ക് മാത്രം ചേർത്ത് വെച്ച് അതിനപ്പുറത്ത് വിശദീകരണം പറയാതെ ഖുർആൻ ക്ലാസ് എടുക്കുന്ന മൗലിമാരും ഉസ്താദുമാരും ഉത്തരം പറയേണ്ടി വരും. ഇതാണ് മർമ്മം. എന്നിട്ടോ അപ്പുറത്ത് ജനോസൈഡ് നടക്കുന്ന ഫിലസ്തീൻ മണ്ണിൽ വലിയ വലിയ രാഷ്ട്രങ്ങൾ സകല പിന്തുണയും കൊടുത്തിട്ട് ഒരു വിഭാഗത്തെ അങ്ങനെ ഉന്മൂലനം ചെയ്യുന്ന കാര്യം അറിയില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് പ്രസംഗിക്കുകയാണ്. എന്നിട്ടും അതിനെതിരെ കമാന്ന് മിണ്ടാൻ കഴിയാതെ ഞമ്മന്റെ ആളുകൾ നടക്കുകയാണ്. ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോഴാണ് പല വർത്തമാനം പലർക്കും വല്ലാതെ അസ്കത ഉണ്ടാക്കുന്നത്. എങ്കിലും ഇത് പറയാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഈ തീയിൽ ഇങ്ങനെ ഒരു ജനസമൂഹത്തെ ഇല്ലായ്മ ചെയ്യുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോ ഇതും അലൈഹാ ഖുഊദ്, അതിന്റെ വക്താക്കൾ ഇരുന്ന് ആസ്വദിക്കുകയായിരുന്നു. വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ്, വിശ്വാസികളോട് കാണിക്കുന്ന ഈ ക്രൂരതയ്ക്ക് അവർ സാക്ഷികളായിരിക്കുകയായിരുന്നു. അവരറിഞ്ഞുകൊണ്ട് ചെയ്തതാ. വമാ നഖമു മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്, സ്തുത്യർഹനും പ്രതാപവാനുമായ അല്ലാഹുവിൽ വിശ്വസിച്ച ഒരു തെറ്റും ഇക്കൂട്ടർ ചെയ്തില്ല. ഇവിടുത്തെ ഇന്ത്യയിലെ മുസൽമാൻ രാജ്യത്തോട് കൂറ് കാണിച്ചവരാ. അവരുടെ ദേശസ്നേഹത്തെ ചോദ്യം ചെയ്യാൻ ഇന്ന് ദേശീയത വക്താക്കളെ ഒരാൾക്ക് പോലും അർഹതയില്ലെന്ന് ബുദ്ധിയുള്ളവർക്കറിയാം. അവർ വിശ്വാസം തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഫിലസ്തീൻ അവരുടെ മണ്ണ, അവിടെ കുടിയേറി വന്ന മോഷ്ടാക്കളാണ് അവിടെ ഉള്ളതെന്ന കാര്യം അറിയാത്തവരായി മൂക്ക് കീപ്പുള്ള ഒരാളും ഉണ്ടാവില്ല. ഇതായിരുന്നു യാഥാർത്ഥ്യം. പിന്നെ എന്തിന്റെ പേരിൽ അവർ വിശ്വാസികളായി ഒറ്റ കാരണത്താലാ. അല്ലദീ ലഹു മുൽക്കു സമാവാതി, ബാക്കി ആയത്ത് കൂടി കേൾക്കുക, അപ്പോൾ വരാനിരിക്കുന്ന പര്യവസാനത്തെ കുറിച്ച് മനസ്സിലാകും. അല്ലദീ ലഹു മുൽക്കു സമാവാതി വൽ അർദ്, അവർ വിശ്വസിച്ച ആ നാഥൻ ആരാണെന്നറിയുമോ? അല്ലാഹുവാണ്. ആരാണ് അല്ലാഹു? മുൽക്കു സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഉടമസ്ഥനായ തമ്പുരാനാ. ഇതിന്റെ എല്ലാം ഉടമസ്ഥൻ അവനാ. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, അവൻ ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇടപെടാൻ സമയത്തിന്റെ മാത്രം പ്രശ്നമേ ഉള്ളൂ. അതുവരെ നിങ്ങളും ഞാനും എന്ത് ചെയ്യുന്ന അള്ളാഹ് നോക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾ എവിടെ നിൽക്കുന്നു ജനോസൈഡ് വിഷയത്തിൽ? നിങ്ങളുടെ നിലപാട് എന്താണ് ഈ വിഷയത്തിൽ? നിങ്ങളെ ഈ വിഷയം ഒട്ടും അലട്ടാതെ പോകുന്ന എന്തേ? നിങ്ങൾക്ക് എന്തേ അസ്വസ്ഥത ഉണ്ടാകാതെ പോയത്? എന്തേ ഈ ഖുർആൻ ആയത്തുകൾ നിങ്ങളുടെ മനസ്സിനെ ചലിപ്പിക്കാത്തത്? എന്തേ ഈ സംഭവങ്ങൾ ചോര കരയിപ്പിക്കുന്ന ദുരന്തങ്ങൾ ഇങ്ങനെ ഒന്നിന് പിറകെ ഒന്നായി സീരിയസ് ആയി വന്നിട്ടും നിങ്ങൾ ഇളകാതെ പോയത് എന്തേ? നിങ്ങൾക്ക് നിലപാടില്ലാതെ പോയെന്ന് അള്ളാഹ് ചോദിക്കുക. അതുകൊണ്ട് അള്ളാഹ് പറയും, നിങ്ങൾ എന്ത് ചെയ്യുന്നു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിത് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്നിട്ട് നിങ്ങൾ അറിയണം അള്ളാഹുവിന്റെ വാഴയത്, ഇന്നല്ലദീന ഫത്തനുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി സുമ്മ ലം യതൂബു, വിശ്വാസികളും വിശ്വാസിനികളുമായി സമൂഹത്തെ കുഴപ്പത്തിലാക്കാൻ ശ്രമിച്ച ഓരോരുത്തരും അറിയണം, നിങ്ങളുടെ തെറ്റ് തിരുത്തി നിങ്ങൾ പശ്ചാത്തപിക്കുന്നില്ല എങ്കിൽ ഫലഹും അദാബു ജഹന്നം, നരക ശിക്ഷയാണ് നിങ്ങൾക്ക് അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നത്. വലഹും അദാബുൽ ഹരീഖ്, നിങ്ങൾ ഉണ്ടാക്കിയ തീകുണ്ടത്തെ വെല്ലുന്ന വലിയ ഹരീഖ്, തീകുണ്ടം തമ്പുരാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ വിശ്വാസികളുടെ മേലെ വർഷിക്കുന്ന തീനാളങ്ങൾ, നിങ്ങൾ ഈ വിശ്വാസികളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോൾ നിങ്ങൾ പ്രയോഗിച്ച തീ അഗ്നി, നേരത്തെ നിങ്ങൾ കേട്ട ചരിത്രത്തിൽ തീകുണ്ടത്തിൽ കുഴിയിൽ വിറകിട്ട് കത്തിച്ച ആ വിറകിന്റെ അഗ്നി മുതൽ അധുനാധുന സംവിധാനങ്ങളായ പുതിയ അഗ്നികൾ വരെ
അത്തരം അഗ്നിനാളങ്ങളെ വെല്ലുന്ന വലിയ അഗ്നികുണ്ഡം നിങ്ങൾക്കായി തമ്പുരാൻ ഒരുക്കി വെച്ചിരിക്കുന്ന കൃത്യതയോടുകൂടി വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ സഹോദരന്മാരെ, നമ്മൾ അറിയണം, ഈ വിഷയകമായ വിഷയങ്ങൾ അങ്ങനെ വെറും ഒരു കേൾവിക്കപ്പുറത്തേക്ക് മാറ്റിവെച്ച് ഫിലസ്തീനും ഗസയും ഒക്കെ മടക്കി വെച്ചിട്ട് നമുക്ക് ഇനിയും ദിക്റിന്റെയും സ്വലാത്തിന്റെയും ഫളായിലുകൾ പറയാമെന്ന് വിചാരിക്കുന്നവർക്ക് തെറ്റി. വിശുദ്ധ ഖുർആൻ അങ്ങനെയൊന്നും ഈ വിഷയത്തെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. അത്രയും വിഷയങ്ങളുണ്ട് അതിനകത്ത്, ഒരുപാട് വിഷയങ്ങളുണ്ട്. നിങ്ങൾ ഈ പറയുന്ന നമസ്കാരത്തെ കുറിച്ച് അതിന്റെ മുഴുവൻ രീതി രൂപശാസ്ത്രം ഖുർആൻ മുഴുവനായിട്ട് പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ ഖുർആൻ ഈ വക കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു, പറഞ്ഞു നിർത്താൻ കഴിയാത്ത ആയാത്തുകളിലൂടെ. എന്നിട്ടും നമ്മുടെ മനസ്സ് ഈ വക വിഷയത്തിലേക്ക് വരുന്നില്ല എങ്കിൽ അത് ഇത്തിരി ഗുരുതരമായ കാര്യമാണ്. ഇനിയും നിങ്ങൾ അറിയണം, ഈ ജനോസൈഡ് അങ്ങനെ അവസാനിച്ചിട്ടില്ല. അതുകൊണ്ട് കൃത്യതയോടുകൂടി ഈ വിഷയത്തെക്കുറിച്ച് ഒരു യാഥാർത്ഥ്യം കൂടി അറിയുക. 2022 ജനുവരിയിൽ ജനോസൈഡ് വാച്ച് ഗ്രൂപ്പിന്റെ സ്ഥാപകൻ ഗ്രിഗറി സ്റ്റാൻഡൻ ഇന്ത്യയിൽ നടക്കുന്ന ജനോസൈഡിന്റെ ഭീകരതയെ വെളിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, എ ജനോസൈഡ് ഓഫ് മുസ്ലിംസ് ഇൻ ഇന്ത്യ കുഡ് ബി അബൌട്ട് ടു ടേക്ക് പ്ലേസ്. ഇന്ത്യയിൽ മുസ്ലിം സമുദായത്തിന്റെ പൂർണ്ണമായ ഉന്മൂലനത്തിന് കാരണമാകുന്ന വംശഹത്യ സംഭവിക്കും. 2000 അദ്ദേഹം പറഞ്ഞതാ. കൃത്യമായി അദ്ദേഹം ഈ വിഷയത്തിന്റെ പൂർണ്ണമായ വർത്തമാനം നോർത്ത് അമേരിക്കയിലെ ഇസ്നയുടെ വാർഷിക കൺവെൻഷനിൽ പറഞ്ഞെടുത്ത് അദ്ദേഹം പറയുന്നു, വംശഹത്യ ഒരു സംഭവമല്ലെന്നും ഒരു പ്രക്രിയയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യൻ ഭരണകൂടം പിന്തുടരുന്ന നയങ്ങളും 2017 റോഹിംഗ്യൻ മുസ്ലിമുകൾക്കെതിരെ മ്യാൻമർ സർക്കാർ നടത്തിയ വിവേചനപരമായ നയങ്ങളും തമ്മിൽ സമാനതകളുണ്ടെന്ന്. അങ്ങ് ഡൽഹിയില് ആ കാളിന്തി കുഞ്ചിൽ പുഴുക്കളെ പോലെ ജീവിക്കുന്ന റോഹിംഗ്യകളെ നിങ്ങൾ പോയി കാണണം. അവിടുത്തെ വേസ്റ്റ് കൂനയിൽ ഭക്ഷണം പരതുന്ന റോഹിംഗ്യകൾ, അവിടുത്തെ ഹോട്ടലുകൾ പുറന്തള്ളിയ ചീഞ്ഞ ഭക്ഷണ പദാർത്ഥം കൊണ്ടുവന്ന് ഉണക്കി പൊടിച്ച് സ്വയം തിന്നുകയും മക്കളെ തീറ്റുകയും ചെയ്യുന്നവർ, അവിടുത്തെ മാർക്കറ്റിലെ അവരെ ഒഴിവാക്കിയ ചീഞ്ഞ മത്സ്യങ്ങൾ കൊണ്ടുവന്ന് അയൽ കെട്ടിത്തൂക്കി ഉണക്കിയിട്ട് മുളക് പൊടി ചേർത്ത് കറി വെച്ച് കഴിക്കുന്ന റോഹിംഗ്യകൾ, ഡൽഹിയിലെ പുഴയുടെ തീരത്ത് നമ്മുടെ നാട്ടിലെ മുളം തണ്ട് പോലെ വളർന്നിരിക്കുന്ന ഒരിനം പുല്ല് പറിച്ചു കൊണ്ടുവന്ന് നമ്മുടെ ഉമ്മമാർ പയർ പൊട്ടിച്ച് വേവിക്കുന്നത് പോലെ പൊട്ടിച്ച് ഉപ്പിട്ട് വേവിച്ച് കഴിക്കുന്നവർ, അങ്ങനെ ഒരു കൂട്ടരോ ഡൽഹിയിലും അപ്പുറത്ത് മദ്രാസിലും ഒക്കെ ഉണ്ട്. പോയി നോക്കണം. ആ റോഹിംഗ്യകളെ ഇല്ലാതാക്കാൻ മ്യാൻമർ ചെയ്തു വെച്ച വംശഹത്യയുടെ മുഴുവൻ സ്റ്റെപ്പുകളും ഇന്ത്യ ഭരിക്കുന്ന ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് തെളിവെച്ചുകൊണ്ട് ഗ്രിഗറി സ്റ്റാൻഡൻ പ്രസംഗിച്ചപ്പോ നമ്മുടെ മനസ്സ് വേദനിച്ചില്ല. ഈ ആയാത്തുകളൊക്കെ ഓതിപ്പോയ നമുക്ക് അസ്കത ഉണ്ടായില്ല. അദ്ദേഹം പറഞ്ഞ റോഹിംഗ്യകളെ ആദ്യം പൗരന്മാരല്ലെന്ന് നിയമപരമായി പ്രഖ്യാപിച്ചു മ്യാൻമർ. പിന്നീട് അവരെ രാഷ്ട്രരഹിതരാക്കാൻ തീരുമാനിച്ചു. പിന്നീട് ആക്രമിച്ച് വംശഹത്യ നടത്തി ജീവൻ കൊണ്ട് പോന്നവരാ ഇവിടെ ഉള്ളത്. ഇതൊക്കെ ഒരു വിഷയമാണെങ്കിൽ സമാനമായ രീതിയിൽ ജനോസൈഡിന്റെ അവസാന സ്റ്റെപ്പിലേക്ക് ഇന്ത്യ എത്തിയിരിക്കുന്നു എന്ന് ഒരുപാട് സംഭവഗതികളോടെ അദ്ദേഹം വിശദീകരിക്കുന്ന ഹുത്തുബയുടെ സമയം പരിമിതിയുള്ളതാണ്. നിങ്ങൾ അറിയണം, ഇതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് വംശഹത്യ, we are warning that genocide could very well happen in India. സ്റ്റാൻഡൺ പറയാ, ഞങ്ങളിതാ മുന്നറിയിപ്പ് തരുന്നു, ഇന്ത്യയിൽ വളരെ കൃത്യതയോടുകൂടി ആസൂത്രിതമായ ജനോസൈഡ് നടക്കും മുസ്ലിംകൾക്കെതിരെ എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട്. ഇത് അമേരിക്കയിലെ ഈ പറയുന്ന ജനോസൈഡ് വാച്ച് ഗ്രൂപ്പിന്റെ സ്ഥാപക നേതാവ്, അദ്ദേഹം അമേരിക്കയിൽ തന്നെ വെർജീനിയയിലുള്ള ജോർജ് മേസൺ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷക സംവിധാനത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ഹെഡായിരുന്നു. ഡോക്ടർ ഗ്രിഗറി സ്റ്റാൻഡൻ എന്ന് പറയുന്ന വ്യക്തി, സ്റ്റാൻഡൻ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ജനോസൈഡ് ഇവിടെ തീരുമാനമായ കാര്യമാണ്. ഈ വംശഹത്യക്കെതിരെ പൊരുതിയിട്ടല്ലാതെ മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റില്ല. അങ്ങനെ അങ്ങ് പള്ളിക്കകത്തിരുന്നും വീട്ടിൽ പോയി സുഖമായി കിടന്നും കാലം കഴിച്ചുകൂട്ടാന്ന് വിചാരിക്കുന്നത് നിങ്ങളുടെ വരും തലമുറ ജീവിക്കേണ്ടത് ഈ മണ്ണിലാണ്. എന്റെയും നിങ്ങളുടെയും മക്കളും പേരമക്കളും തുടരണം ഇവിടെ. എങ്കിൽ ഈ യാഥാർത്ഥ്യം കൃത്യമായിട്ട്, അതുകൊണ്ട് ഇസ്ലാം വളരെ കൃത്യമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് ഒരുപാട് ബോധവൽക്കരണങ്ങൾ, നന്മയിൽ സഹകരിക്കുക, തിന്മയിൽ സപ്പോർട്ട് ചെയ്യാതിരിക്കുക, തിന്മക്കെതിരെ പൊരുതുക എന്ന ഇസ്ലാമിന്റെ നിലപാടാണ്. ഖുർആൻ പറയുന്നു സൂറ മാഇദയിൽ, നിങ്ങൾ നന്മയുടെയും പുണ്യത്തിന്റെയും ഭക്തിയുടെയും കാര്യത്തിൽ പരസ്പരം സഹകരിക്കുക. എല്ലാ മതക്കാരുമായി നമുക്ക് സഹകരിക്കാം, മതമില്ലാത്തവനെ സഹകരിക്കാം. നന്മയുടെ മാർഗത്തിലായിരിക്കണം, ബിറിന്റെ മാർഗത്തിൽ, ഭക്തിയുടെ മാർഗത്തിലായിരിക്കണം, ധർമ്മത്തിന്റെ മാർഗത്തിൽ. ശാസ്ത്രവത്തിന്റെ വെറുപ്പിന്റെ കുറ്റകൃത്യങ്ങളുടെ സഹകരണം ഉണ്ടാകാൻ പാടില്ല.
എന്നല്ല, അതിനെതിരെ നിങ്ങൾ നിങ്ങളുടെ നിലപാട് പ്രഖ്യാപിക്കണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹിനെ വിശദീകരിച്ച് പറഞ്ഞത്, മൻ റആ മിൻകും മുൻകറൻ എന്ന ഹദീസ് പരിചയമുള്ള ഹദീസാണ്. തിന്മ കണ്ടാൽ കൈ കൊണ്ട് തടയണം, അധികാരം കൊണ്ട് തടയണം, കൈ കൊണ്ട് തടയണം. അതിന് പറ്റുന്ന നാവ് കൊണ്ട് ശബ്ദിക്കണം, അതിനും പറ്റുന്ന വെറുപ്പെങ്കിലും ഉണ്ടാവണം. അതാണ് ജിഹാദുൽ കൽബ് എന്ന് കഴിഞ്ഞ 2 ഖുത്ബകൾ വിശദീകരിച്ചത്. വെറുപ്പെങ്കിലും ഉണ്ടാവണം. അത്രയെങ്കിലും നിലപാടില്ലാത്ത ഒരാൾ മുസ്ലിം ആവില്ല കൂട്ടരെ. അതുകൊണ്ടാണ് ഈ ഉള്ളവൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു പ്രയോഗം ഇടയ്ക്ക് നടത്താറുള്ളത്. നിസ്കാരം കൊണ്ട് മാത്രം രക്ഷപ്പെടുന്നു വിചാരിക്കണ്ട എന്ന്. അതൊരു യാഥാർത്ഥ്യമാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. പുതിയ കാലത്ത് നമ്മളെല്ലാം നമസ്കാരത്തിൽ നിർത്തിയിരിക്കുകയാണ്. അതിനപ്പുറത്തുള്ള യാഥാർത്ഥ്യമാണ് ഖുർആൻ. അതുകൊണ്ട് വത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ആയത്ത് തുടരാ, സൂറ മാഇദ 2. വത്തഖുല്ലാ, നിങ്ങൾ പടച്ചവനെ പേടിക്കണം. പടച്ചവനെ പേടിക്കണം എന്ന് പറയുന്നത് നിസ്കാരത്തിന്റെ കാര്യത്തിലല്ല. നന്മയുടെ മാർഗത്തിൽ സഹകരിച്ച് നാടിന് വേണ്ടി നിലകൊള്ളണം. തിന്മയുടെ ശക്തികൾക്കെതിരെ നിങ്ങൾ ശക്തമായ നിലപാടുള്ളവരായിട്ട് മാറണം. അതൊരു നിലപാട്, അത് തഖ്വയാണ്. വത്തഖുല്ലാ, നിങ്ങൾ പടച്ചവന്റെ വിധിയെ പാലിക്കണം, അവന്റെ കൽപ്പനയെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, പിന്നെ പറയുന്ന വർത്തമാനം അതിനേക്കാൾ വഴീത. ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, കഠിനമായി ശിക്ഷിക്കും അല്ലാഹ്. വെറുതെ വിടില്ല എന്നായി പറയും, നമ്മളോട് പറയാ, വിശ്വാസികളോട്. അപ്പൊ ഈ ശിക്ഷയെ മറികടക്കാൻ എന്റെ നമസ്കാരം മതിയാവില്ലെന്ന് എന്റെ ബോധ്യത്തെക്കുറിച്ച് നിങ്ങളോട് പറയുന്നത് എന്റെ കുറ്റമാണെങ്കിൽ ആ കുറ്റം ചെയ്യാൻ ഞാൻ നിർബന്ധിതനാണ്. എന്റെ ദിക്റിന്റെയും സ്വലാത്തിന്റെയും എണ്ണം കൊണ്ട് ഈ കുറ്റകൃത്യം മറികടക്കാൻ കഴിയുന്ന എന്റെ ബോധ്യത്തെക്കുറിച്ച് നിങ്ങളോട് പങ്കുവെക്കുന്നത് കുറ്റമാണെങ്കിൽ ആ പങ്കുവെപ്പ് തുറന്നുകൊണ്ടേയിരിക്കും. ഇതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇസ്ലാം അങ്ങനെയാണ്. വീണ്ടും ഖുർആൻ പറയുന്നു, മുക്കന്നിൽ ഓതി വെച്ച സൂക്തം സൂറ അൽ കസ് 77-ാം വചനത്തിൽ, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. എന്നോടും നിങ്ങളോടും പറയാം, തിരുനബിയെ മുൻനിർത്തിയിട്ട്, വബ്തഗി, നീ തേടിക്കൊണ്ടിരിക്കണം, നീ ആഗ്രഹിക്കണം, നേടണം, പ്രവർത്തിക്കണം, പ്രയത്നിക്കണം. വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ, പരലോകത്ത് അല്ലാഹു നിനക്ക് നൽകാൻ വേണ്ടി ഒരുക്കി വെച്ച് നേടാൻ നീ ശ്രമിക്കണം. നന്നായിട്ട് ഇസ്ലാമിന്റെ വഴിയിൽ പണിയെടുത്ത് സ്വർഗ്ഗം നേടണം. പരലോകത്തെ കാര്യം വലാ തൻസ നസീബക മിന ദുനിയ. പക്ഷേ പരലോകം നേടാൻ വേണ്ടി ശ്രമിക്കുന്ന കൂട്ടരെ, ഇഹലോകത്ത് നിങ്ങളുടെ പങ്ക് മറക്കരുത്. അങ്ങനെ അങ്ങ് നിങ്ങൾ ഒരു ഭാഗത്ത് ഒതുങ്ങിയിരുന്ന് അങ്ങനെ അമലിന്റെ ശ്രേഷ്ഠതയും പഠിച്ച് ദിക്റും സ്വലാത്തും ചൊല്ലി നാട്ടിലൊരു സമൂഹത്തെ ഇല്ലാതാക്കാൻ മുൻകൂട്ടി നടത്തിയ പ്ലാനിങ് അതിന്റെ കൃത്യതയോടെ തുടർന്ന് ഇപ്പോൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയെന്ന് ബുദ്ധിയുള്ള മനുഷ്യർ വിളിച്ചു പറയുമ്പോഴും അത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയമേ അല്ലെന്ന പേരിൽ മുന്നോട്ട് വന്ന് നിങ്ങൾ അവിടെ പ്രതീക്ഷിക്കണ്ട. നിനക്ക് ഇവിടെ ഒരു പങ്കുണ്ട് കേട്ടോ നിർവഹിക്കാൻ. നീ നിന്റെ പങ്കിനെ അടയാളപ്പെടുത്തണം. നീ നിന്റെ റോള് നിർവഹിക്കണം. നീ തിന്മക്കെതിരെ നിലപാടുള്ളവനായിട്ട് മാറണം. ഈ വംശഹത്യയിൽ നിനക്ക് വേദനയും വേവലാതിയും ഉള്ളതിന്റെ നിലപാടുണ്ടാവണം. അതുകൊണ്ട് വലാ തൻസ നസീബക മിന ദുനിയ, ഇഹലോകത്തിന്റെ പങ്ക് മറക്കരുത്, ഇഹലോകത്തിന്റെ റോള് മറക്കരുത്. അല്ലാഹു നിന്നോട് എത്ര നന്നായിട്ടാണ് പെരുമാറിയത്, നിനക്ക് എല്ലാം നൽകി, ഇസ്ലാമും നൽകി. അങ്ങനെ നിന്നോട് അല്ലാഹ് ഏറ്റവും ഹുസ്ന ആക്സൻ, ഏറ്റവും നന്നായി പെരുമാറിയതുപോലെ നീയും അള്ളാഹുവിന്റെ മാർഗത്തിൽ അങ്ങനെ തന്നെ നിലപാടെടുക്കണം. നീ നന്നായി പ്രവർത്തിക്കണം, നീ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. കമാ അഹ്സന അല്ലാഹുവിലേക്ക്, അല്ലാഹ് നിന്നോട് നല്ല നിലയിൽ നിലപാടെടുത്തതുപോലെ. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ് വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ് വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ്. ഭൂമിയിൽ കുഴപ്പമുണ്ടാകാൻ നീ ആഗ്രഹിക്കരുത്, തടയണം, രംഗത്തുണ്ടാവണം. അതാണ് നിന്റെ നിലപാട്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, കുഴപ്പക്കാരെ, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, കുഴപ്പക്കാരെ അല്ലാഹ് ഇഷ്ടപ്പെടുന്നില്ല. ഈ വംശഹത്യയും വെറുപ്പും വിദ്വേഷവും ഉൻഫും ഹേറ്റും പ്രചരിപ്പിക്കുന്ന രീതി അല്ലാഹ് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ത്യയിൽ നിലപാടുണ്ടാവണം, നിങ്ങൾക്ക് ഫിലസ്തീൻ നിലപാടുണ്ടാവണം, ലോക മുസ്ലിം നിലപാടുണ്ടാവണം. അതുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ ഈ നിലപാടിനെ വിശദീകരിക്കുന്ന മുഫസ്സിരീങ്ങൾ ലാ ദററ വലാ ദിറാറ, അതൊരു അൽ ഖായിദത്തുൽ ഫിഖ്ഹിയ്യ, ഒരു കർമ്മശാസ്ത്ര നിയമമാണ് ഇസ്ലാമിന്റെ. ആരും ഉപദ്രവിക്കാൻ പാടില്ല, ആരെയും ഉപദ്രവിക്കാൻ പാടില്ല, ആരും ഉപദ്രവിക്കപ്പെടാനും പാടില്ല. എല്ലാവർക്കും ജീവിക്കാൻ അവകാശം. വിശദീകരിക്കുന്ന മുഫസ്സിരീങ്ങൾ എന്താ വിശദീകരണം? ഫകുല്ലമാ സാദൽ ഉൻഫു, വെറുപ്പ്, വിദ്വേഷം, ഹേറ്റ്രഡ്, അത് എവിടെ പരക്കുന്നുവോ, വർദ്ധിക്കുന്നുവോ, അപ്പോഴൊക്കെ സാദത്തുൽ ഖസായിറുൽ ബശരിയ്യ വൽ മാദിയ്യ, മാനവികമായ മനുഷ്യകുലത്തിന്റെ നാശവും മനുഷ്യനുണ്ടാക്കിയെടുത്ത ഭൗതികമായ വളർച്ചനാശം ഒരുപോലെ സംഭവിക്കുന്ന, നാട് നശിക്കുന്ന, ബശരിയ മനുഷ്യർ നശിക്കും, അവർക്ക് പരാജയം ഉണ്ടാകും. മാദിയ നമ്മൾ നേടിയ നാടിന്റെ പുരോഗതി ഇല്ലാതാകും. ഇത് മുഖേന മനുഷ്യ തലമുറ നശിപ്പിക്കപ്പെടും. ഈ വെറുപ്പ് കൊണ്ട്, ഈ വിദ്വേഷം കൊണ്ട്, വംശഹത്യക്ക് പ്രചോദിപ്പിക്കുന്ന ഈ വെറുപ്പ് കൊണ്ട് നാട് നശിക്കും, തലമുറകൾ നശിക്കും. അതുപോലെ തന്നെ ഹർസ്, അവിടെ ഉപജീവന മാർഗവും നശിക്കും.
അതുപോലെ തന്നെ ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന ആളുകൾ അതിന് നിങ്ങൾ ആഹ്വാനം ചെയ്യും. എന്നിട്ട് ഖുർആന്റെ ആയത്ത് ഉദ്ധരിക്കാണ് സൂറ അൽ ബഖറ, വമിനന്നാസി മൻ യുഅ്ജിബുക ഖൗലുഹു ഫിൽ ഹയാത്തി ദുനിയ. ഈ നാട്ടിൽ ദുനിയാവിൽ വലിയ വലിയ വർത്തമാനം പറഞ്ഞ് അത്ഭുതപ്പെടുന്ന ആളുകളെ കാണാം. ഇന്ത്യ വളരുകയാണ്, തിളങ്ങുകയാണ്, ഉയരുകയാണ് എന്നൊക്കെ അത്ഭുതപ്പെടുന്ന വർത്താനം പറയുന്ന ആളുകൾ. എന്നാലോ വയുഷിദുല്ലാഹ അലാ മാ ഫി ഖൽബി, അവർ പറയുന്നത് ആത്മാർത്ഥമാണ്, നിങ്ങളെ ബോധ്യപ്പെടുത്താൻ അവർ ദൈവത്തെ കൂട്ടുപിടിക്കും. വഹുവ അലദ്ദുൽ ഹിസാം, പക്ഷെ അറിയണം അക്കൂട്ടർ ഒന്നാം നമ്പർ അക്രമികളാണ്. എന്താ കാരണം? വൈദാ തവല്ലാ സഅഫിൽ അർള്, ഭൂമിയിൽ അധികാരത്തിൽ വന്നാൽ അവർ ശ്രമിക്കുന്നത് യുഫ്സിദ ഫീഹാ, അവിടെ കുഴപ്പമുണ്ടാക്കാനാ. വയുലിക്കൽ ഹർസ വന്നസ്ല, മനുഷ്യന്റെ ഉപജീവനത്തെ ഇല്ലാതാക്കാനും, വന്നസ്ല മനുഷ്യ കുലത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്, ഇതാണ് ഫസാദ്. വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്, ഈ കുഴപ്പം അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അത്തരം കുഴപ്പക്കാർക്കെതിരെ നിങ്ങൾക്ക് നിലപാട് വേണമെന്ന്. നാട് നശിക്കുമെന്നാണ്, മനുഷ്യകുലം നശിക്കുമെന്നാണ് അവർ പറയുന്ന വർത്തമാനമുണ്ടല്ലോ, അത് കള്ളത്തരമാണെന്ന്. അവർ അലദ്ദുൽ ഹിസാം, വലിയ കുതർക്കികളും അതുപോലെ അക്രമികളുമാണെന്ന്. അവർ മനുഷ്യകുലത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരാണെന്ന്. അതുകൊണ്ട് ഇത്തരം വർത്തമാനങ്ങൾക്കപ്പുറത്ത് ഇസ്ലാം പഠിപ്പിച്ച പാഠഭേദം ഉൾക്കൊള്ളണമെന്ന് നിങ്ങൾ അറിയണം. നീതി നിഷേധമാണ് വംശഹത്യയുടെ മർമ്മം. നീതിയുമായി ബന്ധപ്പെട്ട ബിൽക്കീസ് ബാനു പ്രശ്നം, നീതിക്ക് വേണ്ടിയാണ് ICJയിൽ യുദ്ധ കുറ്റകൃത്യങ്ങൾ വിചാരണ കോടതിയിൽ ഇപ്പോൾ ദക്ഷിണാഫ്രിക്ക ഫിലിസ്തീനിൽ പോയിരിക്കും. നീതിയാണ് മരിക്കുന്നത് വംശഹത്യയുടെ തുടക്കമായിട്ട്. അതിന്റെ പൂർണ്ണതയും നീതി നിഷേധമാണ്. അതുകൊണ്ട് ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, അല്ലാഹ് നീതിയും നന്മയുമാണ് നിങ്ങളോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ ഖുർആനിന്റെ ആഹ്വാനമാണ്. നമ്മൾ ആ പക്ഷത്താണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് തിരുനബിയുടെ ഹദീസ്, ഇത്തഖുൽ ളുൽമ, നിങ്ങൾ അക്രമത്തെ പേടിക്കണം. ഫൈനൽ ളുൽമ ളുലുമാതുൻ യൗമിൽ ഖിയാമ, നാളെ പരലോകത്ത് ഇരുട്ടായിരിക്കും ഈ അക്രമം. പരലോകത്ത് വെളിച്ചമാവില്ല. അക്രമത്തിനെതിരെ കയ്യും കെട്ടി നിന്നാൽ ഇരുട്ടിൽ നടക്കേണ്ടി വരും. പരലോകത്ത് വെളിച്ചമുണ്ടാവില്ല, സിറാത്ത് പാലം കടക്കില്ലെന്ന്. അതിനെ വിശദീ ഇബ്നു ഖൽദൂൻ റഹിമഹുല്ലാഹ് പറയാണ്, അൽ ദുൽമു മുഅദ്ദിനുൻ ബിഖറാബിൽ ഉംറാൻ, അനീതി എന്നത് അക്രമ നാഗരികരുടെ നാശത്തെയാണ്. ഒരു നാട്ടിൽ അനീതി അധികാരം വാഴുന്നു, അനീതി നിലനിൽക്കുന്നു എങ്കിൽ, ലോകാടിസ്ഥാനത്തിൽ ഫിലിസ്തീനിലെ അനീതിക്ക് ആളുകൾ കൂട്ടുനിൽക്കുന്നു എങ്കിൽ, നിങ്ങൾ അറിയണം ഒരു നാഗരികതയുടെ നാശമാണ് അതിന്റെ പ്രഖ്യാപനം. അദ്ദേഹം പറയുന്നു, അക്രമം വ്യാപിച്ചാൽ, അനീതി പരന്നാൽ നാട് നശിക്കും. മനുഷ്യ വംശത്തിന് നിലനിൽപ്പില്ലാതാകുന്ന, ഇത് യാഥാർത്ഥ്യമാണ്. ഖുർആൻ പഠിപ്പിക്കുന്ന പാഠ, ഹദീസ് പഠിപ്പിക്കുന്ന പാഠ. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ അറിയണം, നീതിക്ക് വേണ്ടി പോരാടണം. ബിൽക്കീസ് ബാനുവിന്റെ പോരാട്ടം നമ്മുടെ പോരാട്ടമായിരുന്നു മാറുന്നത് അവിടെയാണ്. ഫിലിസ്തീൻ വിഷയത്തിൽ ദക്ഷിണാഫ്രിക്ക തുടങ്ങി വെച്ച പോരാട്ടം നമ്മുടെ കൂടി പോരാട്ടം അവിടെയാണ്. ഈ ആയത്ത് നിങ്ങൾ കേൾക്കുക, സൂറ അൽ മാഇദ 7, യാ അയ്യുഹല്ലദീന ആമനൂ, എന്നെയും നിങ്ങളെയും വിളിക്കുക വിശ്വാസികളെ, കൂനു ഖവ്വാമീന ലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളണം. ശുഹദാ ബിൽ ഖിസ്ത്, നീതിയുടെ പക്ഷത്തായിരിക്കണം. നമ്മൾ നമ്മുടെ പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളുന്നവരാ പലരും. അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളണം. പാർട്ടി കാഴ്ചപ്പാടിനപ്പുറത്തെ ഇസ്ലാമിക കാഴ്ചപ്പാടുണ്ടാകുന്ന, പാർട്ടി രാഷ്ട്രീയപ്പുറത്തെ ഇസ്ലാമിന്റെ മാനവ രാഷ്ട്രീയം ഉണ്ടാകുന്ന ഒരു നിലപാടിനെ കുറിച്ച് ഖുർആൻ പറയാം. പലർക്കും ഇഷ്ടപ്പെടാത്ത പ്രയോഗമാണ് ഈ പ്രയോഗം. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, കൂനു ഖവ്വാമീന, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളണം. ശുഹദാ ബിൽ ഖിസ്ത്, നീതിയുടെ സാക്ഷികളാകണം. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ, ഒരു വിഭാഗത്തുള്ള വിദ്വേഷം നിങ്ങൾ പ്രേരിപ്പിക്കാൻ പാടില്ല. അലാ അല്ലാത്ത അതിൽ അവർക്കെതിരെ നീതി വർത്തിക്കാതിരിക്കാൻ. ഒരു വിഭാഗത്തോട് വിദ്വേഷമുണ്ടെങ്കിൽ അവരോട് അനീതി കാണിക്കാൻ നീതി തന്നെ വർത്തിക്കണം. വിദ്വേഷം ഉണ്ടാകാൻ പാടില്ല, വംശവെറി ഉണ്ടാകാൻ പാടില്ല. അത് നിങ്ങൾ അവരോട് അനീതി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കും, അത് വംശഹത്യക്ക് കാരണമാകും. ഇതിലോ നിങ്ങൾ നീതിപൂർവ്വം നിലപാടെടുക്കണം. ഹുവ അഖ്റബു ലിത്തഖ്വ, അതാണ് കേട്ടോ തഖ്വ. നീതിക്ക് വേണ്ടി നിലകൊള്ളലും, നീതിക്ക് വേണ്ടി ശബ്ദിക്കലും, നീതി നടപ്പാക്കാൻ വേണ്ടി ഇടപെടലും, നീതിക്ക് വേണ്ടി ദാഹിക്കലും, നീതിക്ക് വേണ്ടി അനീതിക്ക് ഇരയാകുന്നവർക്ക് വേണ്ടി സംസാരിക്കലും തഖ്വയാണെന്ന് വീണ്ടും ഖുർആൻ. അതുകൊണ്ട് ഹുവ അഖ്റബു ലിത്തഖ്വ, നീതിക്ക് വേണ്ടി നിലകൊള്ളൽ അത് തഖ്വയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ്. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ തഖ്വയുള്ളവരാവുവിൻ, അല്ലാഹുവിനെ ഭയപ്പെടുവിൻ. ഇത് നമസ്കാരത്തിന്റെ വിഷയം പറഞ്ഞിടത്തല്ല, ഇത് നീതിയുടെ വിഷയം പറഞ്ഞിടത്ത. ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ, എന്നിട്ടും നിങ്ങൾ എങ്ങനെ നിലപാടെടുക്കുന്ന അല്ലാഹ് ശരിക്കും നോക്കിക്കൊണ്ടിരിക്കുക. അല്ലാഹു ഖബീറുൻ, ഇന്നല്ലാഹ ഖബീറുൻ, അല്ലാഹ് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. ബിമാ തഅമലൂൻ, നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, ഞാനും നിങ്ങളും എങ്ങനെ പ്രവർത്തിക്കുന്നു നോക്കുന്നവനാ തമ്പുരാൻ. സഹോദരന്മാരെ, വലിയ ഗൗരവമുള്ള വിഷയമാണ്. നീതിക്കുള്ള പോരാട്ടം നമ്മുടെ ജീവിതത്തിന്റെ ഇസ്ലാമിന്റെ മർമ്മമാണ്. നീതിക്ക് അനുകൂലമായ സ്ഫുലിംഗം ഉണ്ടാകുമ്പോൾ നമ്മൾ സന്തോഷിക്കുകയാണ്. അതുകൊണ്ടാണ് വംശഹത്യ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ട് സാമൂഹ്യ ക്രമത്തിനകത്ത് നീതിയുടെ ഒരു കിരണം വരുമ്പോൾ നമ്മൾ മുൻപ് സംസാരിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തമ്പുരാൻ മുകളിലുണ്ട്, അവന്റെ കൽപ്പനകൾ താഴെ ഭൂമിയിലുമുണ്ട്. ആ കൽപ്പനകൾ പാലിച്ച് ധർമ്മത്തിന്റെ പൊരുതി മുന്നോട്ട് പോകാൻ കഴിയുന്നിടത്ത് ഞാൻ നിങ്ങളും നീതിയുടെ പക്ഷത്താണ്.
അല്ലാത്ത പക്ഷം നാളെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വെളിച്ചമില്ലാത്തവരായി മാറും നമ്മൾ. അതുകൊണ്ട് സിറാത്ത് പാലം കടക്കാൻ കുറുക്കു വഴികളില്ല. ഇവിടുന്ന് കൊണ്ടുപോകുന്ന ടോർച്ച് കൊണ്ട് വെളിച്ചവും കിട്ടില്ല. ഇസ്ലാമിന്റെ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നിടത്ത് മാത്രമായിരിക്കും വെളിച്ചം. ആ വെളിച്ചത്തിന്റെ തെളിച്ചത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ധർമ്മത്തിന്റെ മേൽ തുടരുക. അള്ളാഹു നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്ന, അധർമ്മത്തിനെതിരെ പോരാടുന്ന, വംശഹത്യക്കെതിരെ ശബ്ദിക്കുന്ന വിശ്വാസികളായ നല്ലവരിൽ എന്നെയും നിങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹുൽ ഗഫൂറുർ റഹീം വദ്ഉഹു ഇന്നഹുൽ ബർറുൽ കരീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ അബ്ദിക വറസൂലിക മുഹമ്മദിനിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഊസീകും സാനിയം ബിത്തഖ്വല്ലാഹ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ദാസിമാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നമ്മുടെ രോഗികളെ നാഥൻ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ തമ്പുരാൻ ദൂരീകരിച്ച് എളുപ്പം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഫിലിസ്തീനിൽ നമ്മുടെ സഹോദരന്മാരെ അള്ളാഹു സഹായിക്കുമാറാവട്ടെ. അവരുടേതും നമ്മുടേതുമായ നാശം കൊതിക്കുന്ന എല്ലാ ശക്തികളുടെയും നാശം അള്ളാഹു ഉറപ്പുവരുത്തുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. آمين برحمتك يا رب.